കഴിഞ്ഞ ആഴ്ച ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഇൻഡെക്സ് 1% ഇടിയുകയും നിഫ്റ്റി 24,008 അതായത് 24,000 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. അതേസമയം കഴിഞ്ഞ 2 ദിവസമായി അതിർത്തിയിലെ സ്ഥിതിഗതികൾ ഏറെക്കുറെ ശാന്തമായിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഈ ന്യൂസുകളുടെ ഇമ്പാക്റ്റ് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. അതേസമയം ഇന്ത്യ വിക്സ് ഉയർന്ന നിരക്കിൽ തന്നെയാണ് തുടരുന്നത്. 2024 ജൂൺ മാസത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ വോളറ്റിലിറ്റിയാണ് മാർക്കറ്റിൽ കാണുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കൂടാതെ റഷ്യ ഉക്രൈൻ വെടിനിർത്തൽ കരാറും ഉടൻ തന്നെ നിലവിൽ വരുമെന്ന് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. റഷ്യൻ പ്രസിഡന്റ് ഉക്രൈൻ പ്രസിഡന്റുമായി ചർച്ചയ്ക്ക് തയ്യാറായതും ഒരു പോസിറ്റീവ് ഫാക്റ്റായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. കൂടാതെ US-ചൈന ട്രേഡ് ഡെവലപ്മെൻറ്റ് മാർക്കറ്റിന് അനുകൂലമാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് സൈഡിലാണുള്ളത്. ഇതുവരെ കഴിഞ്ഞ 15 ട്രേഡിംഗ് സെഷനിലായി 42,800 കോടിയുടെ ബൈയിങ് ആണ് നടത്തിയത്. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ 3,798 കോടി രൂപയുടെ സെല്ലിംഗ് FPIs ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിട്ടുണ്ട്. എന്നാലും നെറ്റ് ഡാറ്റ നമ്മൾ പരിശോധിച്ചാൽ FPIs അതായത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് സൈഡിലാണ്. ക്രൂഡിൻ്റെ വില $63 പെർ ബാരൽ എന്ന ലെവലിൽ ട്രേഡ് ചെയ്യുന്നു. ക്രൂഡിൻ്റെ വിലയും താഴ്ന്നു നിൽക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ കൂടി മനസ്സിലാക്കാം. 23,850, 23,800 തുടങ്ങിയവയാണ് മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. 23,800 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ മാർക്കറ്റ് 23,500 എന്ന ലെവലിലേക്ക് ഗ്രാജ്വലി ഇടിയാൻ സാധ്യതയുണ്ട്. കൂടാതെ റെസിസ്റ്റൻസ് 24,250, 24,300 തുടങ്ങിയ ലെവലുകളാണ്. 24,300 മുകളിൽ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പിന്നീട് 24,500, 24,800 തുടങ്ങിയ ലെവലുകളിലേക്കുള്ള ഒരു ഷോർട്ട് കവറിംഗ് റാലി വരും സമയങ്ങളിൽ പ്രതീക്ഷിക്കാം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 53,300ഉം 53,400ഉമാണ് പ്രധാന സപ്പോർട്ടായി കാണുന്നത്. 53,300 എന്ന സപ്പോർട്ട് നഷ്ടമാവുകയാണെങ്കിൽ പിന്നീട് ചിലപ്പോൾ 52,600 ബാങ്ക് നിഫ്റ്റി ഇടിഞ്ഞേക്കാം. 54,200 ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാന റെസിസ്റ്റൻസ് ആയി കാണുന്നു. നിഫ്റ്റിയുടെ വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാലും അവിടെ ബിയറിഷ് എൻഗൾഫിംഗ് രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷനാണ് വന്നിരിക്കുന്നത്. അതേസമയം 24,000 എന്ന ലെവലിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് കൺസോളിഡേറ്റ് ചെയ്ത് ചിലപ്പോൾ ഹയർ സൈഡിലേക്ക് നീങ്ങാനുള്ള പോസിബിലിറ്റിയുമുണ്ട്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. വെള്ളിയാഴ്ച മാർക്കറ്റ് അവറിന് ശേഷവും ശനിയാഴ്ചയും പല പ്രമുഖ കമ്പനികളുടെയും ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഈ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ എന്ന് പ്രതീക്ഷിക്കാം. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസിൻ്റെ റവന്യൂ 20% വർദ്ധിച്ച് 7,083 കോടിയിൽ നിന്നും 8,506 കോടിയിലേക്ക് എത്തി. ഇൻ ടേംസ് ഓഫ് റവന്യൂ കമ്പനി മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് 21% വർദ്ധിച്ച് 1,307 കോടിയിൽ നിന്നും 1,593 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രോഫിറ്റ് മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. എബിറ്റ 32% വർദ്ധിക്കുകയും മാർജിൻ 26.4% നിന്നും 29% ഉയരുകയും ചെയ്തു. റിലാക്സോ ഫുഡ് വെയറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 8.4% ഇടിഞ്ഞ് 61 കോടിയിൽ നിന്നും 56 കോടിയിലേക്ക് എത്തി. റവന്യൂ 7% ഇടിഞ്ഞ് 747 കോടിയിൽ നിന്നും 695 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 120 കോടിയിൽ നിന്നും 112 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു. നവീൻ ഫ്ലൂറൈനിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 16% വർദ്ധിച്ച് 614 കോടിയിൽ നിന്നും 713 കോടിയിലേക്ക് എത്തി. നെറ്റ് പ്രോഫിറ്റ് 35% വർദ്ധിച്ച് 70 കോടിയിൽ നിന്നും 95 കോടിയിലേക്ക് എത്തി. 99 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. എബിറ്റ 55% വർദ്ധിച്ച് 122 കോടിയിൽ നിന്നും 190 കോടിയിലേക്ക് എത്തുകയും മാർജിൻ 24.9% നിന്നും 26.7% ഉയരുകയും ചെയ്തു. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്വാർട്ടർലി റിസൾട്ടും ഡീസൻ്റാണ്. നെറ്റ് പ്രോഫിറ്റ് 82% വർദ്ധിച്ച് 1,439 നിന്നും 2,626 കോടിയിലേക്ക് എത്തി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 2% വർദ്ധിച്ച് 5,936 കോടിയിൽ നിന്നും 6,063 കോടിയിലേക്ക് എത്തി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 37% വർദ്ധിച്ചപ്പോൾ ഗ്രോസ് NPA 3.69 നിന്നും 3.27 ഇംപ്രൂവ് ആവുകയും നെറ്റ് NPA 0.85 നിന്നും 0.82 ഇംപ്രൂവ് ആവുകയും ചെയ്തു. കൂടാതെ പ്രൊവിഷൻ കവറേജ് റേഷ്യോയും റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സ്വിഗ്ഗിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ സ്വിഗ്ഗിയുടെ ലോസ് വർദ്ധിച്ചിരിക്കുകയാണ്. 779 കോടിയിൽ നിന്നും 1,081 കോടിയിലേക്ക് ലോസ് ഉയർന്നു. മാർക്കറ്റ് 778 കോടിയുടെ ലോസാണ് പ്രതീക്ഷിച്ചത്. റവന്യൂ 10% വർദ്ധിച്ച് 3,993 കോടിയിൽ നിന്ന് 4,410 കോടിയിലേക്ക് എത്തുകയും എബിറ്റ ലോസ് 726 കോടിയിൽ നിന്നും 962 എത്തുകയും ചെയ്തു.
KPR മിൽസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 4% ഇടിഞ്ഞപ്പോൾ റവന്യൂ 4% ഉയർന്നു. എബിറ്റ 0.7% ഇടിഞ്ഞു. മാർജിനിലും ലോസ് ഉണ്ടായിട്ടുണ്ട്. ബോറോസിൽ റിന്യൂവബിൾ ക്വാർട്ടർലി റിസൾട്ടിന് മുന്നാടിയായി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. ബോറോസിൽ റിന്യൂവബിളിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ 48 കോടിയിൽ നിന്നും ലോസ് 20 കോടിയിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. മാർജിൻ 4% വർദ്ധിക്കുകയും റവന്യൂ 32% വർദ്ധിച്ച് 283 കോടിയിൽ നിന്നും 373 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോളോ പൈപ്പിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 45% വർദ്ധിച്ച് 6 കോടിയിൽ നിന്നും 9 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 23% വർദ്ധിച്ച് 286 കോടിയിൽ നിന്നും 315 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. എബിറ്റ 5% ഇടിഞ്ഞിട്ടുണ്ട്. ത്രിവേണി ടർബൈനിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 23% വർദ്ധിച്ച് 76 കോടിയിൽ നിന്നും 93 കോടിയിലേക്ക് എത്തി. കൂടാതെ റവന്യൂ 17% വർദ്ധിച്ച് 458 കോടിയിൽ നിന്നും 538 കോടിയിലേക്ക് എത്തി. എബിറ്റ 34% വർദ്ധിച്ച് 89 കോടിയിൽ നിന്നും 120 കോടിയിലേക്ക് എത്തുകയും 2 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ശക്തി പമ്പിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 23% വർദ്ധിച്ച് 90 കോടിയിൽ നിന്നും 110 കോടിയിലേക്ക് എത്തി. റവന്യൂ 10% വർദ്ധിച്ച് 609 കോടിയിൽ നിന്നും 665 കോടിയിലേക്ക് എത്തി. എബിറ്റ 25% വർദ്ധിച്ച് 131 കോടിയിൽ നിന്നും 164 കോടിയിലേക്ക് എത്തി. ഗ്രൈൻഡ്വെൽ നോട്ടൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ പ്രോഫിറ്റ് ഏറെക്കുറെ ഫ്ലാറ്റാണ്. റവന്യൂ 2% വർദ്ധിച്ച് 691 കോടിയിൽ നിന്നും 709 കോടിയിലേക്ക് എത്തി. എബിറ്റ 1.8% വർദ്ധിച്ചു. അഫിളിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 2% വർദ്ധിച്ച് 100 കോടിയിൽ നിന്ന് 103 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 1.7% വർദ്ധിച്ച് 106 കോടിയിൽ നിന്ന് 107 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ഇന്ന് ബാങ്കിംഗ് സെക്ടറിലെ പ്രമുഖ സ്റ്റോക്കുകളായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഫെഡറൽ ബാങ്ക്, യെസ് ബാങ്ക്, ബന്ധൻ ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇവിടെ യെസ് ബാങ്കിൽ സുമിത്തോമോ മിത്സുയി ബാങ്കിംഗ് കോർപ്പറേഷൻ സ്റ്റേക്ക് അക്വിസിഷൻ ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ SBI 13.19% സ്റ്റേക്കുകൾ ഓഫ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫെഡറൽ ബാങ്ക് 16.6 കോടി ഷെയറുകൾ 21 രൂപ 50 പൈസയ്ക്കും, ബന്ധൻ ബാങ്ക് 15.39 കോടി ഷെയറുകൾ 21 രൂപ 50 പൈസയ്ക്കും ഓഫ്ലോഡ് ചെയ്യുകയാണ്. ഇതുവഴി ബന്ധൻ ബാങ്കിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 0.7% നിന്നും 0.2% കുറയും. ഈ 4 സ്റ്റോക്കുകളെയും, അതായത് ഈ 4 ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്